ഹലോ, നമുക്കൊരു കുഴിമന്തി അടിച്ചാലോ? വേണ്ടേ? എന്നാൽ കുറച്ച് ബിരിയാണി ആണേലോ? ബിരിയാണി വേണ്ട? എന്നാൽ കുറച്ച് ഫ്രൈഡ് റൈസ് ആയാലോ? വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും കൂട്ടി പിടിക്കാന്നേ. അല്ലെങ്കിലേ റഷ്യൻ സലാഡോ നിർവാണയോ അൽഫാമോ അങ്ങനെ എന്തെങ്കിലും. നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി ഒന്ന് കാലിക്കട്ടിന് വിട്ടാലോ? കോഴിക്കോടല്ല കേട്ടോ ഞാൻ പറഞ്ഞ കാലിക്കട്ട് മക്കാനിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്നാന്ന് ചോദിച്ചാലേ, നമ്മുടെ നെടുമ്പാശ്ശേരിയിലെ അത് തന്നെ വിമാനമൊക്കെ ഇറങ്ങുന്ന നെടുമ്പാശ്ശേരിയിൽ പുതുതായിട്ട് വന്നൊരു റെസ്റ്റോറൻ്റാണ്. കാലിക്കട്ടെന്ന് കേട്ടാൽ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കോഴിക്കോടെന്ന് പറഞ്ഞാലോ നല്ല കോഴിക്കോടൻ ബിരിയാണിയും കോഴിക്കോടൻ ഫുഡിൻ്റെ ടേസ്റ്റ് വേറൊന്നു തന്നെയല്ലേ. അത് നമുക്കിപ്പോൾ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളെ ഓഫീസ് കഴിഞ്ഞ് ആ വഴി പോകുമ്പോൾ ഞങ്ങൾ എന്നും പ്ലാൻ ചെയ്യും നമുക്ക് ഇവിടെ ഒന്ന് കയറണമല്ലോ, ഫുഡ് കഴിക്കണമല്ലോ എന്ന്. ആംബിയൻസ് അടിപൊളിയാട്ടോ. കയറി ചെല്ലുമ്പോഴേ ഒരു വെള്ളച്ചാട്ടവും കുറേ ചെടികളും കൊള്ളാം. കാണുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവാണ്. ചാച്ചനാണെങ്കിൽ ഒരു കുഴിമന്തി ലവറാണേ, ഞാനാണേ ബിരിയാണി. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഫ്രൈഡ് റൈസ് പറയാമെന്ന്. ആലിസാൻ്റെ ബിരിയാണിയും ചാച്ചൻ കുഴിമന്തിയും, ഞാൻ ഫ്രൈഡ് റൈസും. കുഴിമന്തി പ്രസൻറ്റ് ചെയ്ത പാത്രമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ പ്ലേറ്റിൽ കുഴിമന്തി കൊണ്ടു തരുമ്പോൾ ഒരു ഗംഭീര ലുക്ക് തന്നെ. പിന്നെ ഞങ്ങൾ സൂപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അത് പറയാൻ മറന്നുപോയേ. നമ്മൾ കയറി സീറ്റിലിരിക്കുമ്പോൾ തന്നെ ഇവർ നമുക്ക് ചെറിയൊരു ഗ്ലാസ്സിൽ ഒരു ജ്യൂസ് കൊണ്ടുതരും. ചിലപ്പോൾ അത് ലൈം ജ്യൂസ് ആവാം, ചിലപ്പോൾ വാട്ടർ മെലോൺ ആവാം, ചിലപ്പോൾ ഷമാം ആവാം. അങ്ങനെ ചെറിയൊരു ഗ്ലാസ്സിൽ ഒരു ഇത്തിരി ജ്യൂസ് കൊണ്ടുതരും. അത് കൊള്ളാം കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. എൻ്റെ ചാനൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും ആകെ കുറച്ച് വ്യൂസും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ബാക്കി വിശേഷം ഞാൻ പറയട്ടെ എന്നാൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മന്തി കൊള്ളാം, ഫ്രൈഡ് റൈസും കൊള്ളാം, ബിരിയാണിയും കൊള്ളാം, സൂപ്പും കൊള്ളാം, ബട്ടർ ചിക്കനും കൊള്ളാം. ഇതൊക്കെ സൂപ്പറാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നായിരുന്നെന്നറിയാവോ? ആ മന്തിയുടെ കൂടെ ഒരു മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു, നല്ല തിക്കായിട്ടുള്ളൊരു മുളക് ചമ്മന്തി. അത് ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. ബീച്ചിലൊക്കെ പോയി കളിച്ച് വന്നിട്ട് ശരിക്കും ടയേർഡായിരുന്നു. അതുകൊണ്ട് നല്ല പോളിംഗ് ആയിരുന്നു. ഫുഡ് വന്നതും തീർന്നതൊന്നും അറിഞ്ഞതേ ഇല്ല. ബീച്ചിൽ പോയ കഥ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നേ, കാണാത്തവരൊന്ന് കാണണം കേട്ടോ. കടയിൽ നല്ല തിരക്കുണ്ടെങ്കിലും വെയിറ്റിംഗ് ടൈം ഒന്നും അധികം ഇല്ല കേട്ടോ. ഓർഡർ ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഐറ്റംസൊക്കെ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് വന്ന ഐറ്റമാണ് എനിക്ക് ഈ കടയിൽ നിന്ന് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് ലൈം ടീ ആയിരുന്നേ. ഇത്ര അടിപൊളി ലൈം ടീ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. മിൻറ്റിൻ്റെ ഫ്ലേവറൊക്കെ ചേർന്ന ഒരു സൂപ്പർ ഐറ്റം. അപ്പോൾ എങ്ങനെയാ, വിട്ടേക്കുമല്ലേ? അപ്പോൾ പിന്നെ വൈകിട്ട് ഒരു ദിവസം പോയി കഴിച്ച് ട്രൈ ചെയ്ത് നോക്കുന്നേ. അല്ല പിന്നെ